എല്ലാവർക്കും നമസ്കാരം. ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതു കൈയിൽ ചമ്മട്ടിയും ഇടതു കൈയിൽ പാഞ്ചജന്യവും നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. എന്നാൽ ഈ കൃഷ്ണനെ ഗോശാല കൃഷ്ണനായും ഗുരുവായൂരപ്പനായും സങ്കല്പിക്കുന്നുണ്ട്. ഇവിടെ ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസവും അമ്പലപ്പുഴ വേലകളെയും ഈ ക്ഷേത്രത്തിലാണ് നടത്തിവരുന്നത്. ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം സേവിക്കുവാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ എത്തുമെന്നാണ് ഐതിഹ്യം. ഇതിനാൽ തന്നെ ഇവിടെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ചു ഭഗവാനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഭക്തജനങ്ങൾക്കായുള്ള മുഴുവൻ പായസവും ഭഗവാന്റെ മുമ്പിൽ വെച്ച് നേദിച്ച ശേഷം മാത്രമാണ് പ്രസാദമായി നൽകി വരുന്നത്. ക്രിസ്തുവർഷം 1545 കൊല്ലവർഷം 720 അമ്പലപ്പുഴയിൽ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചതത്രേ. പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണനാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. അമ്പലപ്പുഴ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയാണ് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാ നദിയിൽ രാജപ്രമുഖർ വള്ളം കളി 1545 മുതൽ നടത്തിവരുന്നത്. കേരളത്തിന്റെ തനതു കലകളിലൊന്നായ ഓട്ടം തുള്ളലിന്റെ ഉദ്ഭവസ്ഥാനം എന്ന നിലയിലും അതിപ്രസിദ്ധമാണ് ഈ ഒരു ക്ഷേത്രം. ഉപദേവതകളായി ശിവൻ, ഗണപതി, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. അതുപോലെ തന്നെ സാക്ഷാൽ ഗുരുവായൂരപ്പനായി ഗുരുവായൂരമ്പലനട എന്നൊരു ക്ഷേത്രവും ഇവിടെയുണ്ട്. മീനമാസത്തിൽ തിരുവോണം ആറാട്ടായി വരുന്ന 10 ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുക. ഇവയിൽ 9-ാം ദിവസമാണ് ഏറ്റവും വിശേഷം. മകരമാസം 1-ാം തീയതി മുതൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന 12 കളഭം മഹോത്സവവും അതിവിശിഷ്ടമായ ഒരാഘോഷം തന്നെയാണ്. 12 വർഷത്തിലൊരിക്കൽ ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന മറ്റൊരു ആഘോഷമാണ് പള്ളിപ്പാന. ഇത് നടത്തുന്നതാവട്ടെ വേലൻ, നായാടി എന്നീ പ്രത്യേക സമുദായക്കാരുമാണ്. ഇവ കൂടാതെ സാധാരണ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെ പോലെ അഷ്ടമി രോഹിണി, വിഷു എന്നിവയും വിശേഷമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ. വെണ്ണയും പഴവും നേദിക്കലും പാൽപ്പായസവുമാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. അമ്പലപ്പുഴ ദേശത്തിന്റെ ഒത്ത നടുക്കായി തിരുവല്ലയിലേക്കുള്ള സംസ്ഥാന പാതയോട് ചേർന്നാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്താണ് കൂടുതൽ സൗകര്യങ്ങളുള്ളത്. പ്രധാനപ്പെട്ട ലോഡ്ജുകൾ, ഹോട്ടലുകൾ, കടകമ്പോളങ്ങൾ തുടങ്ങിയവയെല്ലാം പടിഞ്ഞാറേ നടയിലാണ് ഇവിടെ പണിതിരിക്കുന്നത്. കിഴക്കേ നടയിൽ അതിമനോഹരമായ ഒരു ക്ഷേത്ര കവാടം പണിതിട്ടുണ്ട്. 3 വാതിലുകളോടുകൂടിയ ഈ കവാടത്തിന്റെ മുകളിലായി ദശാവതാര രൂപങ്ങളും അവയ്ക്കു മുകളിലായി ഗണപതി, ശ്രീകൃഷ്ണൻ, ശിവൻ എന്നീ ദേവന്മാരുടെ രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.